ഞങ്ങളുടെ ചെറിക്കുട്ടന് 105 ദിവസമായി ഇന്ന്. അവനെപ്പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത്. അവൻ്റെ അപ്പനെ പറ്റിയാണ്. ഞങ്ങളുടേതൊരു പ്രണയവിവാഹമായിരുന്നേ. 7, 8 വർഷം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടിയൊക്കെ കല്യാണം കഴിച്ചവരാണ് ഞങ്ങൾ. ജിബിൻ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷനാവുകയും ചെയ്യും. പ്രഗ്നൻ്റ് ആയ ടൈമിൽ നമ്മൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരുന്നതിനെ പറ്റിയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷെ പോകെ പോകെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള റിവ്യൂസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് ടെൻഷനായി. ഒന്നുകിൽ നാട്ടിൽ എന്നെ വിടാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെയെങ്കിലും പേരൻസിനെ ഇവിടേക്ക് കൊണ്ടുവരാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ 9ാമത്തെ മാസം ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പേരൻസ് ഇവിടെ എത്തി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും അല്ല കേട്ടോ. ഡെലിവറിക്ക് മുൻപും അതിന് ശേഷവും നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഡിപ്രഷനും ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ പലയിടത്തും പല വീഡിയോസിലും പലരും പറയുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ നമ്മുടെ ഹസ്ബൻഡ്സിൻ്റെ മാനസികാവസ്ഥയോ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ ഒന്നും ആരും എവിടെയും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എൻ്റെ കേസിൽ ഡെലിവറിക്ക് മുൻപും അതിന് ശേഷമൊക്കെ മൂഡ് സ്വിങ്സും ഡിപ്രഷനും അതിൻ്റെ പീക്ക് ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ വാശിയും ദേഷ്യമൊക്കെ നമ്മൾ തീർക്കുന്നത് കെട്ടിയവന്മാരുടെ അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും ഇപ്പോഴും എന്നെ കംഫർട്ടാക്കി വെക്കാനായിട്ട് ജിബിൻ കുറേയധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പേടിയും ടെൻഷനും ഒക്കെ അടക്കി പിടിച്ച് ഡെലിവറി സ്യൂട്ടിലും അതുപോലെ എമർജൻസി സിസേറിയൻ പറഞ്ഞപ്പോൾ ലേബർ റൂമിൽ കൂടെ കയറിയതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ അത്ഭുതമാണ്. ഇതിനിടയിൽ വന്ന പല കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാതെ എന്നെക്കൂടി ടെൻഷനാക്കാതെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തു. ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റാതെ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവൻ്റെ വളർച്ചയും അവനിൽ വരുന്ന മാറ്റങ്ങളും വീഡിയോസും ഫോട്ടോസും ഒക്കെയായി കണ്ടറിയേണ്ടി വരുന്നു. നമ്മൾ സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും കെയർ ചെയ്യാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും ഒക്കെ ചുറ്റും ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും ആകുന്നതിൻ്റെ ആകുലതകളും മാറ്റങ്ങളും രണ്ടുപേരിലും ഒരുപോലെയല്ലേ? രണ്ടുപേരെയും നമ്മൾ ഒരുപോലെ കെയർ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്വന്തം ടെൻഷൻസ് മാറ്റിവെച്ച് എൻ്റെ കൂടെ നിന്നതിന് ചെറിയുടെ അപ്പന് ഒരുപാട് നന്ദി.